ഇതേപോലൊരു പോപ്പർ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അതിനായിട്ട് ഒരു പേനയുടെ പോർഷൻ എടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നടുഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ നല്ല ത്രെഡില്ലേ, അതായത് നീളം കൂടിയ കട്ടി കൂടിയ ത്രെഡ്, ആ ത്രെഡ് എടുത്തതിന് ശേഷം നമ്മുടെ റബ്ബർ ബാൻഡുമാടെ ചുറ്റലോട് ചുറ്റി വലിഞ്ഞ് മുറുക്കുക. റബ്ബർ ബാൻഡിന് വേദന ആവും വിചാരിച്ചിട്ട് ആരും മെല്ലെ കെട്ടണ്ട. കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കൂല. അപ്പോൾ കുറച്ച് റബ്ബർ ബാൻഡിന് വേദനിച്ചോട്ടെ, കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ആവശ്യം നടക്കണമല്ലോ. അപ്പോൾ റബ്ബർ ബാൻഡിന് കുറച്ച് വേദനിച്ചാലും കുഴപ്പമില്ല. പറഞ്ഞു വന്നത് നന്നായിട്ട് ടൈറ്റാക്കി വലിഞ്ഞ് മുറുക്കി കെട്ടണം എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ, നമ്മുടെ ഗീവ് അവേയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും അതിനൊരു റെസ്പോൺസും തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ പോപ്പറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു സ്റ്റിക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ഈ റബ്ബർ ബാൻഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ വലിഞ്ഞ് മുറുക്കി കെട്ടുക. വലിഞ്ഞ് മുറുക്കി തന്നെ കെട്ടിക്കോ, റബ്ബർ ബാൻഡിന് നോവില്ല. അപ്പോൾ അതാ വർക്കിംഗ് കണ്ടീഷനാണോ എന്ന് നോക്കണം. വർക്കിംഗ് കണ്ടീഷനാണെങ്കിൽ ഒരു കോൺ ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ഈ കോൺ ഉണ്ടാക്കണ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ കോൺ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഞാനും പ്രത്യേകിച്ചെടുത്ത് കാണിക്കണ്ടല്ലോ, വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ കാട്ടിയത് കേട്ടോ. പിന്നെ അതാ അതിൻ്റെ അടിയിൽ ഇതേപോലൊരു സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് സെക്യൂറാക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കളർ പേപ്പറൊക്കെ ഇട്ടിട്ട് ഈ കുമ്പിളിൻ്റെ അകത്ത് ഇട്ട് വെക്കുക കേട്ടോ. കുമ്പിളിന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്, അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് അടിയിലാണ്ട് വലിക്കുക, പൊട്ടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട, ഗീവ് അവേ മറക്കണ്ട. അപ്പോൾ ഓക്കേടാ.